ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ വീഡിയോയിൽ കാണുന്ന മാതിരി ഞാനൊരു വൈബ്രേഷൻ ചെയറിൽ ഇരിക്കുന്നതാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. സോ ഐ തിങ്ക് ഇങ്ങനെയുള്ള അനുഭവം ഒരുവിധം എല്ലാവർക്കും ഉണ്ടാവുമെന്ന് കരുതുന്നു. ഐ തിങ്ക് 2 ആഴ്ചയിൽ കൂടുമ്പോൾ ഒരിക്കൽ, വൺസ് ഇൻ 2 വീക്സ് അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ ഇതേമാതിരി ഒരു വൈബ്രേഷൻ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ബോഡീനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും ബ്ലഡ് ഫ്ലോ കൂട്ടാനും അതേപോലെ വെയിറ്റ് ലോസിന് ഏറ്റവും ബെസ്റ്റാണ്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസർച്ച് നടത്താം. വെയിറ്റ് ലോസിന് ഏറ്റവും ബെസ്റ്റാണ്. ബിക്കോസ് അതിലൂടെ ഇത് വൈബ്രേഷൻ ചെയ്തതിലൂടെ നമ്മുടെ റിഫ്ലെക്സ് വൈറ്റൽ പോയിൻറ്റ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും അതിലൂടെ മസിൽ ഫൈബേഴ്സ് റിലാക്സ് ആവും. പിന്നീട് നമ്മുടെ ഇറ്റ് ഹെൽപ്സ് ഇൻ ലൂസനിങ് അവർ മസിൽസ് ആൻഡ് ഒരു ഈസി മൂവ്മെൻറ്റ് നമുക്ക് നടക്കും. അതുകൊണ്ട് തന്നെ ഇതിന് ശേഷം ഇപ്പോൾ ചിലർ പറയില്ലേ, ജിമ്മിന് പോയി വന്നപ്പോൾ ഒരു റിലാക്സേഷൻ വേണം, അപ്പോഴും നമുക്ക് ഇതേമാതിരി ഇരിക്കാം. അതേപോലെ സ്ട്രെസ് ഹോർമോണും നമുക്ക് കുറയ്ക്കാം. സോ ഇങ്ങനെ ഈ ഒരു കാര്യം ചിലരുടെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാവും. അതില്ലാത്തവർക്ക് മാസത്തിലൊരിക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അവർക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് എവിടെയെങ്കിലും പുറത്ത് പോയിട്ട് എവിടെയെങ്കിലും അവർക്ക് ഒരു വൈബ്രേഷൻ മാതിരി അങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ട് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇത് പ്രൊവൈഡ് ചെയ്യുന്ന കുറേ സ്ഥാപനങ്ങളുണ്ട്. ഞാൻ ഇടാൻ കാരണം ഒരുപാട് പേര് ഇങ്ങനെ ചെയ്തതിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇത് കാലിനും നല്ലതാണ്. കാലിൻ്റെ അടിയിലും മസാജ് നടക്കുന്നുണ്ട്. ഒബ്വിയസ്ലി അത് കാണിക്കാൻ പറ്റില്ല, ബട്ട് കാലിൻ്റെ അടിയിലും മസാജ് നടക്കുന്നുണ്ട്. എല്ലാ ഏരിയയിലും മസാജുകൾ, വൈബ്രേഷൻ നടക്കുന്നുണ്ട്. അത് ഇങ്ങനെയുള്ള ചെയറിലിരുന്നാൽ നമുക്ക് വെറുതെ ഇരുന്ന് കാശ് കളയുക എന്നുള്ളത് ഒരു ചിന്ത മാത്രമല്ല, നമ്മുടെ ബോഡിക്ക് ചില സമയത്ത് ഒരു റിലാക്സിങ് ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ പുതിയ ബ്ലഡ് സെൽസും ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ ബോഡിക്ക്. ബിക്കോസ് നമ്മളെല്ലാവരും കരുതുന്ന മാതിരി ഒരേ ബ്ലഡ് സെല്ലല്ല, ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ബ്ലഡ് സെൽസ് ഇങ്ങനെ ചത്തുപോകും, എക്സ്പയർ ആവും. അതിനുശേഷം പുതിയ ബ്ലഡ് സെൽസ് വരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ അല്ലെങ്കിൽ എക്സസൈസൊക്കെ ചെയ്താൽ എന്ന് പറഞ്ഞിട്ടൊരു ആശ്വാസം നമുക്ക് ലഭിക്കും. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എസ്പെഷ്യലി മെയിനായിട്ട് ഈ വീഡിയോ ഇടാൻ തന്നെ കാരണം. ബിക്കോസ് ഒരുപാട് പേർക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു ലോകത്ത് ഒരുപാട് പേർക്ക് ഇങ്ങനൊരു സ്ട്രെസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ടെൻഷൻ ഉണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ടൈമിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. എപ്പോഴും നമുക്ക് മരുന്നിലൂടെ മാത്രമല്ല, നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഗോ ഔട്ട് ഫോർ എ വാക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ലൈഫിനെ കുറച്ചും കൂടി ഈസി ആക്കാൻ പറ്റും. ആയുർവേദത്തിൻ്റെ കുഴമ്പും ഒഴിച്ചിലും പിടിച്ചിലും മാത്രമല്ല, അതിൻ്റെ കൂടെ ഇങ്ങനെയുള്ള കുറേ ചെറിയ ചെറിയ ടെക്നിക്സ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ടിപ്സുകൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസവും ചെയ്യണത് വളരെ നല്ലതാണ്. ബട്ട് ഇറ്റ്സ് ഓക്കെ, നമുക്കൊരു 2 ആഴ്ചയിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ മാസത്തിലൊരു പ്രാവശ്യം അങ്ങനെയൊക്കെ ചെയ്താലും വലിയ കുഴപ്പമില്ല. ഓക്കെ, അല്ലാതെ ഇത് ചെയറിലിരിക്കുക എന്നുള്ളത് മാത്രം, ഇതിൽ മാത്രം ഇരുന്ന് അങ്ങനെയൊന്നുമില്ല. ഇത് പ്രൊവൈഡ് ചെയ്യുന്ന കുറേ സ്ഥാപനങ്ങളുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഇവിടെ ചിരിക്കുന്നുണ്ട് ബിക്കോസ് സംടൈംസ് ഇറ്റ്സ് ലൈക്ക് ഒരു ടിക്ലിങ് ഫീലിംഗ് ആണ്, അതുകൊണ്ടാണ്. ആൻഡ് പക്ഷെ അത് കുഴപ്പമില്ല. ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവും, എന്തൊക്കെയോ നമ്മളൊരു ബോഡിയിൽ നിന്ന് എന്തൊക്കെയോ പോയ പോലെ, യു ഫീൽ ലൈറ്റ്. അതാണ് കാര്യം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ ക്യൂർ ആൻഡ് കെയർ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടിയിൽ കമൻസും ഇടുക. ഓക്കെ, സീ യു.